വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകരെ. സമയം ഇപ്പോൾ 6 മണി കഴിഞ്ഞ് 31 അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തെക്കുറിച്ച് ഒരിക്കൽ കൂടി പറയാം. തൃപ്പൂണിത്തുറയിലുള്ള ഇരുമ്പ് പാലത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ പുറകിൽ ആ പാലത്തിൻ്റെ ദൃശ്യങ്ങൾ കാണാം. അപ്പോൾ മനോഹരമായ ദൃശ്യങ്ങളാണ്. പക്ഷേ പാലം ബലക്ഷയം സംഭവിച്ചതുകൊണ്ട് അടച്ചിട്ടിരിക്കുകയാണ്. മാത്രമല്ല ഇതിലൂടെ ഇപ്പോൾ ഇരുചക്ര വാഹനങ്ങൾക്ക് മാത്രമാണ് പ്രവേശനം. മുൻപ് കാറൊക്കെ പോയിരുന്ന വഴിയാണ്, ഇപ്പോൾ ഇരുചക്ര വാഹനങ്ങൾ മാത്രമാണ് പോകുന്നത്. വീടുകളിൽ കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുകയാണ് മലപ്പുറം തവനൂർ പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും കയറിയിറങ്ങി സർവേ നടത്തി വീടുകൾ ബാലസൗഹൃദമാക്കുകയാണ് ലക്ഷ്യം. കുട്ടിപ്പുര എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയായിട്ടുണ്ട്. ഈ മൊബൈൽ അഡിഷൻ കൊണ്ടാണ് കുട്ടികളൊന്നും പുറത്തിറങ്ങാത്തതൊക്കെ. അപ്പം അത് നമുക്ക് അതിന് കളിക്കാനുള്ള സ്ഥലങ്ങൾ, അതുപോലെ ഓരോ കൂട്ടായ്മകളിൽ അതിലൊക്കെ ആഡാക്കും കുട്ടികളെ. അങ്ങനെ ബുദ്ധിമുട്ടുള്ള അത് നമ്മളെ ഭാഗത്തൊന്നും ഉണ്ടാവും. ഓരോ വീട്ടിലെയും കുട്ടികളുടെ സുരക്ഷാ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, മൊബൈൽ അഡിക്ഷൻ, ലഹരി ഉപയോഗം തുടങ്ങി 25ഓളം വിവരങ്ങളാണ് ശേഖരിക്കുന്നത്. പഞ്ചായത്തിലെ 10,000ഓളം വീടുകൾ കയറിയിറങ്ങി സർവേ പൂർത്തിയാക്കി. പരിശീലനം ലഭിച്ച 500ഓളം പേരാണ് സർവേ നടത്തിയത്. ഇത് വലിയ ബൃഹത്തായ പദ്ധതിയാണ്. കുറേ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നെ ഏകദേശം 6 മാസമായി ഇതിൻ്റെ പഠനം നടത്തി ഓരോരോ കാര്യങ്ങൾ കൃത്യമായി നടത്തിയാണ് നമ്മൾ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത്. കുട്ടികളുടെ വിവരങ്ങൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും പഞ്ചായത്തും പഠിക്കും. പഞ്ചായത്തിൽ അദാലത്ത് വെച്ച പ്രശ്ന പരിഹാര ശ്രമം നടത്തും. കൗൺസിലിംഗ് വേണ്ട കുട്ടികൾക്ക് അത് നൽകും. പഠന സൗകര്യമില്ലെങ്കിൽ പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കും. ഇങ്ങനെ കുട്ടികളുടെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ട ഉടൻ തന്നെ പഞ്ചായത്തിലെ മുഴുവൻ വീടുകളും ബാലസൗഹൃദ ഭവനങ്ങളാക്കി മാറ്റുകയാണ് പഞ്ചായത്തിന്റെ ലക്ഷ്യം. 24 തിരൂർ. അപ്പോൾ എന്തായാലും സന്തോഷം. കുട്ടിപ്പുര അങ്ങനെ വളരെ ഊർജ്ജത്തോടുകൂടെ നടക്കട്ടെ. അപ്പോൾ ഇനി നമുക്ക് ബർത്ത്ഡേസ് വിഷ് ചെയ്യാനൊരു സമയമാണ്. ആദ്യം നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മുടെ ക്യാമറയിൽ മനോഹര ദൃശ്യങ്ങളൊക്കെ പകർത്തി പലപ്പോഴും നിങ്ങളിലേക്ക് എത്തിക്കുന്ന നമ്മുടെ മോർണിംഗ് വാക്കിന് തന്നെ സ്ഥിരം സാന്നിധ്യമായ വിഷ്ണു കച്ചേരിയുടെ ബർത്ത്ഡേ ആണ്. വിഷ്ണു കച്ചേരി, ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ വിഷ്ണു. പിന്നെ അടുത്തത് നമ്മുടെ റാഷിദ്, റിയാസ്, 2 പേരുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് അവരുടെ വീട്ടിൽ നിന്ന് നമുക്കൊരു മെസ്സേജ് വന്നിരുന്നു. അപ്പോൾ റാഷിദിനും റിയാസിനും ഹാപ്പി ബർത്ത്ഡേ. അതെ, ഒപ്പം മറ്റ് പേരുകളൊക്കെ എലോവീൻ ഷാജി ഇന്നലെ തന്നെ നമ്മളോട് പറഞ്ഞിരുന്ന, ഇന്നലെ വൈകുന്നേരം തന്നെ മെസ്സേജ് അയച്ച് നാളെ ഒന്ന് ബർത്ത്ഡേ പറയണം, എൻ്റെ മകൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞു. അപ്പോൾ എലോവീൻ ഷാജിക്കും എലോവീൻ സനോജിനും ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ അങ്ങനെയാണ് ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാവരുടെയും ഇന്നത്തെ ദിവസവും അടുത്ത് വരുന്ന വർഷവും എല്ലാം നന്നാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഇരുമ്പ് പാലത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാനായിട്ട് ഒരു അതിഥി നമ്മളോടൊപ്പം ഉണ്ടാകും എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഈ മേഖലയെക്കുറിച്ചും ഈ ഇരുമ്പ് പാലത്തെക്കുറിച്ചും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും ഒക്കെ ഒരുപാട് അറിയാം. അദ്ദേഹത്തിൻ്റെ പേര് രാമഭദ്രൻ തമ്പുരാൻ എന്നാണ്. ഗുഡ് മോർണിംഗ് സർ. നമസ്കാരം. ഇപ്പോൾ ഏറെക്കാലമായി ഈ പാലം പുനർനിർമ്മിക്കണമെന്നുള്ള ആവശ്യമുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ 5-6 വർഷമായിട്ട് ഈ പാലം അടച്ചിട്ടിരിക്കുകയാണല്ലോ. എന്താണ് ശരിക്കും കാരണം? അത് ഈ ഇരുമ്പ് പാലം പണിതിട്ട് ഏകദേശം ഒരു 140 കൊല്ലം പറയുന്നത്. 1890-ലാണ് അന്നത്തെ മഹാരാജാവ് എന്ന് പറഞ്ഞാൽ ചിങ്ങമാസത്തെത്തിയ പട്ടതമ്പുരാൻ കേരളവർമ്മ, അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഈ പാലം പണിയുന്നത്. അപ്പം അത് അന്നത്തെ ടെക്നോളജി അനുസരിച്ച് ഇവിടെ വെൽഡിംഗ് ഒന്നും തുടങ്ങിയിട്ടില്ല, പൈലിംഗ് ഒന്നും തുടങ്ങിയിട്ടില്ല. അപ്പോൾ അവർ ഇംഗ്ലണ്ടിലൊരു വേസ്റ്റ് വുഡ് എഞ്ചിനീയേഴ്സ് കൺസ്ട്രക്ഷൻ കമ്പനി എന്ന് പറഞ്ഞിട്ട് അവരാണത് പണിതത്. അപ്പോൾ അവിടുന്ന് അതിൻ്റെ ഈ തൂണുകൾ ഇതെല്ലാം നിർമ്മിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് അത് എറക്റ്റ് ചെയ്യുക. അപ്പോൾ അന്നത്തെ ഈ പൈലിംഗ് ഒന്നും തുടങ്ങാത്തവരാണ് ഈ ഖലാസികളെന്ന് പറഞ്ഞൊരു, അവരാണ് പുഴയിൽ ഇതിൻ്റെ തൂണുകളൊക്കെ വേണ്ട പോലെ സ്ഥാപിച്ച് പണിത്. അപ്പം അത്രയും 140 കൊല്ലത്തെ പഴക്കം എന്ന് പറഞ്ഞാൽ ഇന്നും അത് വലിയ കേടുപാടുകളൊന്നുമില്ല. പക്ഷേ അടിയിലത്തെ ചില ഗേഡറുകൾ ചില തുരുമ്പെടുത്തിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് അത് മെയിൻ്റനൻസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പോൾ അതെന്ന് വെച്ചാൽ അതിൻ്റെ ഇത്രയും വർഷത്തെ ഹെവി ട്രാഫിക്കായിരുന്നു ഈ അടയ്ക്കുന്നതിന് മുമ്പ്. അപ്പം അത്രയും ആ ഹെവി ട്രാഫിക്കിൻ്റെയൊക്കെ ഇതുകൊണ്ടായിരിക്കാം അത് ആനപ്പോഴും കടന്നു പോകുന്നുണ്ട്. അതെന്ന് വെച്ചാൽ ഇവിടെ ഈ പറ ഉത്സവത്തിന് ഭഗവാനെ തോണിയിൽ എഴുന്നള്ളിക്കുക, ആന പാലത്തുമ്പോൾ അതിനൊരു ഐതിഹ്യമുണ്ട്, ഒരു ചരിത്രമുണ്ട്. അപ്പം അത്രയും സ്ട്രോങ് ആയിട്ടാണ് ശരിക്ക്. അപ്പം ഇപ്പം അത് കുറച്ച് അതിൻ്റെ
എന്താ പറയുക സ്ട്രെങ്ത് കുറഞ്ഞു, വലിയ വണ്ടികളൊന്നും പോകാൻ പറ്റില്ല എന്നുള്ളതിലാണ് അത് പാലം അടച്ചത്. അപ്പോൾ ഇപ്പോൾ 2 വീലേഴ്സ് മാത്രമേ പോകുന്നുള്ളൂ, ഓട്ടോറിക്ഷ ഒന്നും പോകുന്നില്ല. പാലം പുനർനിർമ്മിക്കണം എന്നുള്ള ആവശ്യമുണ്ടല്ലോ, അപ്പൊ അത് എവിടെ എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. ഇല്ല, പുതിയ പാലത്തിന്റെ ഒരു പണിയുടെ നടപടിക്രമങ്ങളൊക്കെ അത് തൃപ്പൂണിത്തുറ സ്വരാജ് MLA ആയിരുന്ന സമയത്താണ് അതിന്റെ നടപടി ആരംഭിച്ചത്. പക്ഷെ ഇന്നും അത് എവിടെ ഇങ്ങനെ എത്രയായി അതിന്റെ ഡെവലപ്മെന്റ് എന്തായി എന്നറിയില്ല. പക്ഷെ അപ്പോൾ ജനങ്ങളുടെ ഇവിടുത്തെ സമീപവാസികളുടെ ഇടയിലും പല പല അഭിപ്രായങ്ങൾ ഈ പാലം തന്നെ കുറച്ചും കൂടി നിലനിർത്തണം. കാരണം എന്ന് വെച്ചാൽ മറ്റേത് കോടികൾ ചിലവാകും, അപ്പോൾ അതിൻ്റെ ഒരു പകുതി ചിലവാക്കി ഇത് അത്യാവശ്യം അതിൻ്റെ മെയിൻ്റനൻസ് ചെയ്ത് കഴിഞ്ഞാൽ, റിപ്പയർ വർക്ക്സ് ചെയ്താൽ ഇത് അങ്ങനെയാകുമ്പോൾ സുരക്ഷിതമായിരിക്കുമോ? കാരണം വെച്ചാൽ ഇതേവരെയുള്ള അനുഭവം വെച്ച് സുരക്ഷിതമാകും. കാരണം ഇന്നും അത് വളരെ വലിയ കേടുപാടുകളില്ല. നടപ്പാത പിന്നീട് പണിഞ്ഞതാണ്. അത് 1980-കളിലൊക്കെ 90 ആ ലേറ്റ് 80s പണിതാണ്. പക്ഷെ അത് ഈ എന്താ നടക്കുന്ന സമയത്ത് ഒരു ഇരുമ്പ് ഇതൊക്കെ വെച്ചിട്ട് കുറെ കഴിഞ്ഞാൽ അതിൻ്റെ ആണികളൊക്കെ പൊങ്ങി ഒന്ന് പലർക്കും കാല് തട്ടി അപകടങ്ങളൊക്കെ വരാറുണ്ട്, തുരുമ്പെടുത്തിട്ടൊക്കെ. പിന്നെ ഇത് അടുത്ത കാലത്ത് അത് മുഴുവൻ വീണുപോയി. അപ്പോൾ പിന്നെ അതൊന്നും ചെയ്യാൻ പറ്റില്ല, ഇപ്പോൾ അത് ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ അത് ഈ 140 കൊല്ലം പഴക്കമുള്ള പാലം ഇന്നും വലിയ കേടുപെടുക. പിന്നെന്ന് വെച്ചാൽ ഈ പുതിയ പാലം വേണമെന്നുള്ളൊരു വരാൻ കാരണം എന്ന് വെച്ചാൽ ഈ പാലത്തിൻ്റെ അക്കരെ താമസിക്കുന്നവർക്ക് പെട്ടെന്നൊരു എമർജൻസി ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ വന്നാൽ ഒന്ന് ബൈപ്പാസ് ആ പാലം ഉണ്ടല്ലോ, അപ്പോൾ ഗാന്ധി സ്ക്വയറിൽ നിന്ന് അതിലിങ്ങനെ പേട്ട പോയി കറങ്ങി വേണം നിയറസ്റ്റ് ഹോസ്പിറ്റൽ എന്ന് ദേവി അവിടെ എത്താൻ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇതിലെ ഒരു പുതിയ പാലം വേണമെന്ന്. പക്ഷേ ചിലരുടെ അഭിപ്രായം വെച്ചാൽ ഇത് ഒന്നും കൂടി അതിൻ്റെ ഒരു സ്ട്രെങ്ത്തെ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഹെവി വെഹിക്കിൾസ് ഒന്നും വേണ്ട, കാറും ലോറിയൊന്നും വേണ്ട, അല്ല ബസ്സും ലോറിയൊന്നും വേണ്ട, കാറ് വരെ പോയാൽ ഈ ആവശ്യങ്ങൾ നടക്കുമല്ലോ. പുതിയ പാലത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു ഒരു നീക്കം നടക്കുന്നത് ഇത് ഇത്രയും ഒരു ചരിത്ര സ്മാരകമായിട്ട് നിലനിർത്തേണ്ടതാണല്ലോ. അപ്പോൾ ഇത് ഇവിടുന്ന് പൊളിച്ചു കൊണ്ടുപോയിട്ട് ഹിൽ പാലസിൽ മ്യൂസിയത്തിൽ വയ്ക്കാം എന്നൊരു, പക്ഷെ അതിന് എതിർപ്പുണ്ട്. കാരണം വെച്ചാൽ അത് വ്യക്തിപരമായിട്ട് എനിക്കും അതിന് യോജിപ്പില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു ഹിസ്റ്റോറിക്കൽ മോണുമെന്റ് എന്ന് പറയുന്ന ഒരു ചരിത്ര സ്മാരകം ആ സ്ഥലത്ത് നിർത്തുമ്പോഴാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, പ്രാധാന്യം, പ്രസക്തിയുള്ളൂ. അത് ഇത് കൊണ്ടുപോയിട്ട് ഹിൽ പാലസിൽ മ്യൂസിയം അവിടെ വരുന്നവരോട് ഇത് ഇവിടെ ഉണ്ടായിരുന്ന ഇരുമ്പ് പാലാണെന്ന്, ഇപ്പോൾ ഉദാഹരണത്തിന് താജ്മഹൽ ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്ത് വേറൊരു മ്യൂസിയത്തിൽ കൊണ്ടുപോയി വെച്ചാൽ അതിന്റെ എല്ലാം പോയി, അതിന്റെ ആ പ്രസക്തി പോയി. അപ്പൊ ഇത് ഇവിടെ തന്നെ പുതിയ പാലം വരികയാണെങ്കിൽ തന്നെ ഇവിടെ തന്നെ നിലനിർത്തി അതൊരു ചരിത്ര സ്മാരകമായിട്ട് അതിന്റെ ഒരു ഹിസ്റ്റോറിക്കലായിട്ട് ഇത് എഴുതി വെച്ച് അങ്ങനെ നിലനിർത്തണം എന്നുള്ളതാണ് പലരുടെ അഭിപ്രായം. എനിക്കും ആ അഭിപ്രായം തന്നെയാണ്. അപ്പൊ ഇപ്പോൾ അതിന്റെ പുതിയ പാലത്തിന്റെ ആ ഒരു ഗവൺമെന്റിന്റെ നടപടി ഉടൻ വരെ ആയി എന്നറിയില്ല, പക്ഷെ അതിന്റെ നീക്കങ്ങൾ നടക്കുന്നുണ്ട്, ഇവിടെ കല്ലൊക്കെ ഇട്ടുണ്ട്. അപ്പൊ നമ്മളും അധികൃതരുടെ മുമ്പിലേക്ക് അത് വെക്കുകയാണ്. അങ്ങേക്ക് വളരെ നന്ദി ഈ മോർണിംഗ് വാക്കിൽ ഞങ്ങളോടൊപ്പം വന്ന് ഈ ചരിത്രമൊക്കെ പറഞ്ഞ്. താങ്ക് യു സർ. അപ്പോൾ അധികൃതർ അത് ശ്രദ്ധിക്കും, ഈ പുതിയ പാലത്തിന്റെ നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കും. അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ പ്രദേശവാസികളുടെ കൂടി ആഗ്രഹം അനുസരിച്ച് അത് ഏത് രീതിയിൽ വേണം. എന്തായാലും അവിടെയുള്ളവർക്ക് ഇങ്ങോട്ടേക്ക് ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ വരാൻ പോലും ഇവിടെ ഒരു പാലത്തിന്റെ ആവശ്യമാണ്. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ വിദ്വേഷ പരാമർശത്തിൽ BJP നേതാവ് PC ജോർജിന്റെ ജാമ്യാപേക്ഷയിൽ വിധി ഇന്നാണ്. ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറയുക. ഇന്നലെ ജാമ്യാപേക്ഷയിലുള്ള വാദം പൂർത്തിയായിരുന്നു. ടോബി ജോൺസൺ ആണ് കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ടോബി, വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ വാദം പൂർത്തിയായി, ഇന്ന് വിധി വരികയാണ്, എന്താണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന ആൻഡ് പ്രവിത. എന്തായാലും PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള ഒരു ദിവസമാണ് ഇന്നെന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ സംഭവം നടക്കുന്നത് ജനുവരി 6-ാം തീയതിയാണ്. അന്നൊരു ചാനൽ ചർച്ചയിലിരുന്ന് മുസ്ലിം സമൂഹത്തിനെതിരായിട്ടുള്ള ഒരു പരാമർശം അദ്ദേഹം നടത്തിയതാണ് ഇത്രത്തോളം വിവാദമായത്. അതിന് തൊട്ടു പിന്നാലെ അദ്ദേഹം ഈ കേസായി ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ മുസ്ലിം യൂത്ത് ലീഗ് ഒരു പരാതി നൽകുന്നു. ആ പരാതി കേസാകുന്നു. തുടർന്ന് അദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ജില്ലാ കോടതിയെ സമീപിക്കുന്നു. അവിടെ നിന്ന് ആ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്നു. പിന്നീട് ഹൈക്കോടതിയിലേക്ക് പോകുന്നു. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് അതിരൂക്ഷമായിട്ടുള്ള വിമർശനം തന്നെ അദ്ദേഹത്തിന് നേരെ നടത്തുന്നു. അതിനൊക്കെ ഒടുവിലാണ് കഴിഞ്ഞ ദിവസം നാടകീയമായ രീതിയിൽ അദ്ദേഹം കീഴടങ്ങുകയും അദ്ദേഹത്തെ റിമാൻഡിലേക്ക് വിടുകയും ചെയ്തത്. എന്തായാലും ഇന്നലെ അതിശക്തമായിട്ടുള്ള വാദപ്രതിവാദങ്ങളാണ് ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ നടന്നത്. പ്രതിക്ക് ഈ ജാമ്യം ലഭിക്കുന്നതിന് എല്ലാ അർഹതയും ഉണ്ട് എന്ന് പ്രതിഭാഗം വാദിച്ചു. അതിനുള്ള കാരണം കേസുമായി ബന്ധപ്പെട്ട
അന്വേഷണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. തെളിവെടുപ്പുകൾ കഴിഞ്ഞു. അതുപോലെ തന്നെ ചോദ്യം ചെയ്യേണ്ട സാഹചര്യം കൂടുതലായിട്ടില്ല. ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കണം. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ പ്രായവും ആരോഗ്യസ്ഥിതിയും കൂടി പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വിദഗ്ധ ചികിത്സ ആവശ്യമുണ്ട്. അപ്പോൾ ഈ ജാമ്യം അനുവദിക്കണം, കേസുമായി പൂർണ്ണമായിട്ട് സഹകരിക്കും എന്നൊക്കെയാണ് ഇന്നലെ പ്രതിഭാഗം പറഞ്ഞത്. എന്നാൽ പ്രോസിക്യൂഷൻ ഇതിനെ അതിശക്തമായിട്ട് എതിർത്തു. പ്രോസിക്യൂഷൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയപ്പോൾ തന്നെ അതിശക്തമായിട്ടുള്ള രൂക്ഷ വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നു. ഒപ്പം തന്നെ പലതവണയായി ഈ തെറ്റുകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹൈക്കോടതി പോലും നിർദ്ദേശിച്ചിട്ടും അതുവരെ ലംഘിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള തെറ്റുകൾ ആവർത്തിക്കുന്നത്. അതുകൊണ്ട് ഒരു തരത്തിലും ജാമ്യം അനുവദിക്കരുത്. ജാമ്യം അനുവദിച്ചാൽ അത് സമൂഹത്തിൽ തെറ്റായ സന്ദേശം നൽകുമെന്നുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷനും പറഞ്ഞു. അതുകൊണ്ട് തന്നെ ശക്തമായ വാദമാണ് പ്രോസിക്യൂഷൻ ഉയർത്തുന്നത്. അപ്പോൾ PC ജോർജിന് ജാമ്യം ലഭ്യമാകുമോ എന്നുള്ളത് നമുക്കിന്ന് കണ്ടറിയാം. സമയം ഇപ്പോൾ 6:44. അതെ, നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് രാവിലെ ഇവിടെ ചൂണ്ടയിടാനൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ചൂണ്ടയിടുന്നത് റീല് എടുക്കുക കൂടെ ചെയ്യുന്നുണ്ട്. അപ്പൊ രണ്ടുപേരെ നിങ്ങൾക്ക് ദൃശ്യത്തിൽ കാണാം. ഇങ്ങനെ ഓരോരുത്തരും രാവിലെ അവരവരുടെ പണ്ടേ ഈ നടപ്പാത ഉണ്ടായിരുന്നപ്പോഴേ അവിടെ നിന്നിട്ടൊക്കെ ചൂണ്ടയിടായിരുന്നു ആൾക്കാര്. ഇപ്പൊ അത് തകർന്നതോടുകൂടി അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പം ആളുകൾ ഇപ്പൊ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്ന് ഇവിടെ നിന്നിട്ടൊക്കെയാണ് ചൂണ്ടയിടുന്നത്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഒരിക്കൽ കൂടി പറയാണ്, തൃപ്പൂണിത്തറ ഇരുമ്പ് പാലത്തിന് സമീപമാണ്. എന്നുള്ള മനോഹരമായ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ ഈ ഇരുമ്പ് പാലത്തിന് സമീപത്ത് നിന്നുകൊണ്ട് നമുക്ക് കോഴിക്കോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഓഫീസ് ക്ലബ്ബിൽ മദ്യലഹരിയിൽ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തിയ പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. ക്ലബ് അംഗങ്ങൾ നൽകിയ പരാതിയിൽ ഉള്ളിയേരി സ്വദേശി സുധീന്ദ്രനെതിരെ നടക്കാവ് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെയാണ് സംഭവം ഉണ്ടായത്. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുകയാണ്. രാഹുൽ, എങ്ങനെയാണ് അന്വേഷണം? പ്രവിത, കോഴിക്കോട് നഗരത്തിൽ തന്നെയാണ് യുവാവിന്റെ ഈ പരാക്രമം ഉണ്ടായത്. ഇന്നലെ രാത്രിയായിരുന്നു കോഴിക്കോട് നഗരത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഓഫീസേഴ്സ് ക്ലബ്ബിൽ മദ്യലഹരിയിൽ യുവാവിന്റെ പരാക്രമം ഉണ്ടായത്. അതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് കുറച്ച് ആളുകൾ അവിടെ ആ ക്ലബ്ബിലെ അംഗങ്ങൾ കുറച്ചുപേരിരുന്ന് മദ്യം കഴിക്കുന്നു. അതിനിടയിലാണ് മദ്യലഹരിയിൽ ഒരു യുവാവ് എത്തുകയും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് കയ്യിലിരുന്ന തോക്ക് ചൂണ്ടി ഇവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തത്. അശ്ലീലം ഏറെ നേരം അശ്ലീല ചുവയോട് ഇവരോട് സംസാരിക്കുകയും പരാക്രമം നടത്തിയുമെന്നുമാണ് രണ്ട് അംഗങ്ങൾ നൽകിയ പരാതിയിൽ പറയുന്നത്. ഇന്നലെ രാത്രി തന്നെ നടക്കാവ് പോലീസിന് ഈ അംഗങ്ങൾ പരാതി നൽകിയിരുന്നു. എന്നാൽ നടക്കാവ് പോലീസ് ഈ സംഭവ സ്ഥലത്ത് എത്തിയപ്പോഴേക്കും ഈ പ്രതി രക്ഷപ്പെടുകയായിരുന്നു. എന്നാൽ ഈ പരാക്രമം നടത്തിയ തോക്ക് ഈ സംഭവ സ്ഥലത്ത് നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. നിലവിൽ ഉള്ളേരി സ്വദേശിയായിട്ടുള്ള സുധീന്ദ്രനെതിരെയാണ് നടക്കാവ് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. അതേസമയം ഈ ക്ലബിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഈ പരാക്രമം തടയാൻ ശ്രമം നടത്തിയില്ല എന്ന ആരോപണം കൂടി നിലവിൽ നടക്കുന്നുണ്ട്. എന്താണെങ്കിലും പോലീസിന്റെ അന്വേഷണം CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. പ്രവിത, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. അതെ, അപ്പോൾ നമുക്ക് 3 ബർത്ത്ഡേ കൂടെ റെഡിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ഏലോവിൻ സനോജ്, ഞാൻ പേരിലൊരു തെറ്റ് പറഞ്ഞിരുന്നു, അപ്പോൾ അത് തിരുത്തി പറയുകയാണ്. 8 വയസ്സുകാരനാണ്. അപ്പം നിതിൻ അംബുജൻ്റെ അതായത് നിതിനോട് പറഞ്ഞിട്ടാണ് നമ്മളോട് ആ മെസ്സേജ് അയച്ചത്. പിന്നെ ഈ 3 പേരുണ്ട്. ഏദൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഹാപ്പി ബർത്ത്ഡേ ഏദൻ. അലൻ ലിനീഷിൻ്റെ ബർത്ത്ഡേ ആണ്. ഒപ്പം തന്നെ അനുജ. അപ്പം ഈ 3 പേർക്കും ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. ഓക്കെ, ഇപ്പോൾ സമയം 6:47 നമുക്കിനി മറ്റൊരു വാർത്തയിലേക്ക് പോയാലോ ക്രിസ്റ്റീന? കോൺഗ്രസിലെ വിവാദങ്ങൾക്കിടെ ഹൈക്കമാൻഡ് വിളിച്ച യോഗം ഇന്ന് ഡൽഹിയിൽ ചേരുകയാണ്. ഇന്ദിരാഭവനിൽ വൈകിട്ട് 4 മണിക്കാണ് യോഗം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെയും അധ്യക്ഷതയിലാകും യോഗം. കേരളത്തിൽ നിന്നുള്ള 40ഓളം നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുക്കും. വിനീത വിജിയാണ് വിവരങ്ങളുമായി ചേരുന്നത് ഡൽഹിയിൽ നിന്ന്. വിനീത, ഗുഡ് മോർണിംഗ്. ഈ യോഗത്തെക്കുറിച്ച് ഇന്നലെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് ഇത് തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാനുള്ള യോഗമാണെന്നാണ്. പക്ഷേ അത്തരത്തിലല്ല, നേതൃമാറ്റം ഉൾപ്പെടെ ചർച്ചയാകുമെന്നുള്ള വിവരങ്ങളും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. യോഗത്തിന്റെ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? വെരി ഗുഡ് മോർണിംഗ് പ്രവിത ആൻഡ് ക്രിസ്റ്റീന. പ്രവിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പാണ് പ്രധാന അജണ്ട ഈ യോഗത്തിന്റേതെങ്കിൽ പോലും നിലവിലെ സാഹചര്യത്തിൽ വിവാദങ്ങളും ഒപ്പം തന്നെ പരസ്പരമുള്ള പള്ളപ്പടക്കങ്ങളും ഒക്കെ അവസാനിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന് മുൻപായി കേരളത്തിലെ ഒരു തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ ഒരു നേതൃത്വം ഒറ്റക്കെട്ടാണ് എന്ന തരത്തിലൊരു സന്ദേശം പ്രവർത്തകർക്കിടയിൽ കൂടി നൽകുക എന്നൊരു അജണ്ട കൂടി ഈ യോഗത്തിന് പിന്നിലുണ്ട്. ഒപ്പം തന്നെ ശശി തരൂരിന്റെ അടക്കമുള്ള വിവാദങ്ങൾ നിലവിൽ കോൺഗ്രസ് നേതൃത്വം നേരിടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് യോഗം ചേരുന്നത്.
നേരത്തെ ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ ഇന്ദിരാഭവനിൽ വൈകിട്ട് 4 മണിക്കാണ് യോഗം ചേരുക. രാഹുൽ ഗാന്ധിയുടെയും ഒപ്പം തന്നെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും നേതൃത്വത്തിലാണ് ഈ യോഗം ചേരുന്നത്. കേരളത്തിൽ നിന്ന് 40ഓളം കോൺഗ്രസ് നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, കെ സുധാകരൻ, ഒപ്പം തന്നെ രമേശ് ചെന്നിത്തല എന്നിങ്ങനെ എം ഹസൻ അടക്കമുള്ള നേതാക്കളാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. ശശി തരൂരും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് ഇന്നലെയും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നതാണ്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുന്നൊരുക്കങ്ങൾ തന്നെയാണ് പ്രധാന ചർച്ചാ വിഷയം. ഏതാണ്ട് 6 മാസം മുൻപെങ്കിലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ യോഗത്തിൽ തേടും. ഒപ്പം തന്നെ കെ സുധാകരൻ അധ്യക്ഷ സ്ഥാനത്ത് തുടരുമോ എന്നൊരു കാര്യത്തിൽ കൂടി ഇന്നത്തെ യോഗത്തിൽ ഒരു നിർണായക തീരുമാനമുണ്ടാകും. നേതൃമാറ്റം വേണമെന്ന് ചില നേതാക്കളടക്കം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ സുധാകരൻ തന്നെ തുടരട്ടെ എന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെയും അഭിപ്രായം. ഇക്കാര്യത്തിലൊക്കെ തന്നെ ഒരു അന്തിമ തീരുമാനമുണ്ടാകും. ഒരുപക്ഷെ നേതൃനിരയിൽ നിന്ന് സുധാകരനെ മാറ്റുകയാണ് എങ്കിൽ 10 ഇടങ്ങളിലെ DCCയിലടക്കം ഈ ഒരു മാറ്റം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഏപ്രിലിന് മുൻപായി തന്നെ ഈ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരുന്ന തരത്തിലായിരിക്കും തുടർ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഉണ്ടാവുക. ഒപ്പം തന്നെ ഈ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിവാദങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് ഒരു വലിയ പരസ്യ പ്രതികരണത്തിലേക്ക് നേതാക്കൾ കടക്കരുത് എന്നൊരു നിർദ്ദേശം കൂടി ഒരുപക്ഷെ ഇന്ന് ചേർന്ന യോഗത്തിൽ നൽകാൻ സാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളുമൊക്കെ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയായേക്കും. ശരി. ഈ പ്രദക്ഷിണ വീഥികൾ ഇടറിവിണ്ട പാതകൾ എന്നും ഹൃദയ സംഗമത്തിൻ ശിവേലികൾ തൊഴുതു കണ്ണുകളാൽ അർച്ചന മൗനങ്ങളാൽ കീർത്തനം എല്ലാം അറിയും നീ ഗോപുരവാതിൽ ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥന്റെ മുൻപിൽ പാടുവതും രാഗം നീ തേടുവതും രാഗമായി ദേവനുമനുരാഗിയാമമ്പലപ്രാവേ. അപ്പോ പ്രേക്ഷകർക്ക് സന്തോഷമായല്ലോ. രാവിലെ പാട്ട് കേട്ട് ഇങ്ങനെ സുന്ദരമായ ഒരു ദിവസത്തിൽ നമ്മളെ പക്ഷെ വടക്കുന്നാഥന്റെ ഫ്രണ്ടിലല്ല നിൽക്കുന്നത്, നമ്മൾ പൂർണ്ണ ത്രയീശന്റെ തൊട്ട് സമീപമാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഓർമ്മ വന്ന ഒരു പാട്ട് പാടിയെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 53 ആയി. ക്രിസ്റ്റീന, അപ്പോൾ നമ്മളിനി വയനാട്ടിലേക്ക് പോയാൽ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് വീഴ്ച എന്നാരോപിച്ച് UDF പ്രവർത്തകർ ഇന്ന് കൽപ്പറ്റയിൽ കളക്ടറേറ്റ് വളയുകയാണ്. രാവിലെ 7 മുതൽ ജീവനക്കാരെ കടത്തിവിടാതെ കളക്ടറേറ്റിന്റെ 3 ഭാഗങ്ങളിലായി പ്രതിഷേധിക്കും. മുസ്ലിം ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ടി മുഹമ്മദ് ബഷീർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യും. സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. സുർജിത്ത്, അപ്പോൾ ഇന്നലെ തന്നെ സമരം തുടങ്ങിയിരുന്നു. ഇപ്പം ഉപവാസ സമരത്തിലേക്കൊക്കെ കടക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ സർക്കാരിന്റെ വീഴ്ചയെന്ന് ആരോപിച്ച് UDF പ്രവർത്തകർ ഇന്ന് കൽപ്പറ്റയിൽ കളക്ടറേറ്റ് വളയുമെന്നും അറിയുന്നുണ്ട്. എങ്ങനെയായിരിക്കും ഈ സമര പരിപാടികൾ? വിവരങ്ങൾ എങ്ങനെ? ക്രിസ്റ്റീന, പ്രവിധ, വളരെ ശക്തമായ രീതിയിലുള്ള സമരം തന്നെയാണ് UDFന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. കാരണം ഇന്നലെ വൈകിട്ട് 3 മണി മുതലാണ് MLA ടി സിദ്ദീഖിന്റെ നേതൃത്വത്തിൽ ഉപവാസ സമരം ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യത്തിൽ തന്നെ കാണാം. കളക്ടറേറ്റിന്റെ മുൻ ഗേറ്റാണിത്. ഇങ്ങനെ 2 ഗേറ്റുകളുണ്ട്. ആ 2 ഗേറ്റുകളും പൂർണ്ണമായും ഉപരോധിക്കുന്ന നിലപാടാണ് UDFന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. നമുക്കത് ദൃശ്യത്തിൽ തന്നെ കാണാം. സ്ത്രീകളടക്കമുള്ളവർ ഈ സമരത്തിന് നിരയായിട്ട് ഇരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും വളരെ ഗൗരവപൂർവമായ വിഷയങ്ങൾ. ഇന്നലെ 7 സെന്റിലാണ് പുനരധിവാസം എന്നുള്ള തരത്തിൽ ഒരു സർക്കാർ മന്ത്രിസഭാ യോഗത്തിന് തീരുമാനമായി വന്നിരുന്നു. പക്ഷേ അത് അംഗീകരിക്കാൻ തയ്യാറല്ല എന്നുള്ള തരത്തിലുള്ള നിലപാടാണ് ഇവർ പങ്കുവയ്ക്കുന്നത്. അതുമാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വിഷയങ്ങൾ, ലോണുകൾ എഴുതിത്തള്ളുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, നെടുമ്പാല എസ്റ്റേറ്റ് ഏറ്റെടുക്കണമെന്ന ആവശ്യം, ഇത്തരത്തിൽ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു സമരമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ 7 മണി മുതൽ തന്നെ ഉപരോധം തുടങ്ങും എന്നുള്ളതാണ് ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്. രാവിലെ 7 മണിക്ക് ഉപരോധം തുടങ്ങുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായും പിന്നീട് ഒരു ജീവനക്കാരെ പോലും അകത്ത് കടത്താത്ത തരത്തിലുള്ള ആ ഒരു നിലപാടിലേക്ക് കടക്കുമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ടി സിദ്ദീഖ് MLA തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. ഇന്ന് ഒരു ജീവനക്കാരെ പോലും കടത്താത്ത വിധത്തിലുള്ള സമരമായിരിക്കും. ഞങ്ങളിന്ന് കളക്ടറേറ്റ് വളയൽ സമരം കാലത്ത് 6 മണിയോടുകൂടി തന്നെ ഇവിടെ ആരംഭിച്ചു. ഇന്നലത്തെ രാപ്പകൽ സമരം അതിൻ്റെ തുടർച്ചയായിട്ടുള്ള സമരത്തിലേക്ക് കടന്നിരിക്കുകയാണ്. സമ്പൂർണമായി ദുരന്തബാധിതരായ ആളുകളാണ് ഇതിലേറിയ പങ്കും ആളുകൾ. അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരമാണ്. ദുരന്ത നിവാരണ പ്രവർത്തനവും പുനരധിവാസ പ്രവർത്തനവും 7 മാസം ഇന്നത്തേക്കായി നടന്നിട്ടില്ല. ഒരുപാട് കാര്യത്തിൽ ഗുരുതരമായ വീഴ്ച.
10 സെന്റ് ഭൂമിയെങ്കിലും മിനിമം വേണമെന്ന് പറഞ്ഞ് അതുപോലും നൽകിയിട്ടില്ല. സർക്കാർ ഒരു പിശുക്കനെ പോലെ പെരുമാറുകയാണ്. അവരുടെ ചികിത്സയ്ക്ക് വേണ്ടി മാറ്റിവെച്ച തുക 5 ലക്ഷം രൂപയാണ്. ക്രിമിനലുകളായിട്ടുള്ള കൊലപാതകികളെ സംരക്ഷിക്കാൻ കോടിക്കണക്കിന് രൂപ ഖജനാവിൽ നിന്ന് ചെലവഴിക്കുമ്പോൾ ഈ ദുരന്തബാധിതരായ ആളുകളുടെ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിച്ചത് 5 ലക്ഷമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, 750 കോടിയോളം രൂപ ജനങ്ങൾ കൊടുത്ത പണമുണ്ട്. എന്നിട്ട് ആ പണം ഉപയോഗിച്ചുകൊണ്ട് ഇവരുടെ ചികിത്സ നടത്താൻ പോലുമുള്ള പണം സർക്കാർ ഇതുവരെ മാറ്റിവെച്ചിട്ടില്ല. മറിച്ച് സർക്കാർ അതോടൊപ്പം തന്നെ ഇവരുടെ ലോണുകൾ എഴുതി തള്ളുന്നതിനെ കുറിച്ച്, ഇവർക്ക് 10 സെന്റ് ഭൂമി നൽകുന്നതിനെ കുറിച്ച്, പുനരധിവാസ പ്രവർത്തനത്തിൽ ഇതുവരെ പറഞ്ഞത് 2 ഇടം, ഇപ്പോൾ 1 ഇടം, ഇവരുമായി ഒരു ചർച്ചയും നടത്താൻ സർക്കാർ തയ്യാറാവുന്നില്ല. ചർച്ച നടത്താതെ ഏകപക്ഷീയമായി സർക്കാർ തീരുമാനിക്കുകയാണ്. ഇതൊരു വലിയ ഗുരുതരമായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനവും വീഴ്ചയുമാണ്. ദുരന്തബാധിതരെ ഇരുട്ടിൽ നിർത്തിയുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും UDF അനുവദിക്കില്ല. എന്തായാലും ശക്തമായ രീതിയിൽ തന്നെ സമരം തുടരുന്നു. അത് നമുക്ക് കാണാൻ തന്നെ കഴിയും ദൃശ്യത്തിൽ. കാരണം UDF പ്രവർത്തകർ ധാരാളമായി ഇവിടേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൂടി മാറുകയാണ്. ഈ 2 ഗേറ്റുകളും പൂർണ്ണമായും സ്തംഭിപ്പിക്കുന്ന വിധത്തിൽ ജീവനക്കാരെ അടക്കം അകത്തേക്ക് കടത്താത്ത വിധത്തിലുള്ള ഒരു പ്രതിരോധത്തിന് തന്നെയാണ് UDF നേതൃത്വം നൽകുന്നത്. ക്രിസ്റ്റീന, പ്രവിധ. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ കമന്റ് ബോക്സിൽ ഒരു ബർത്ത്ഡേ വിഷ് കൂടി വരുന്നുണ്ട് ക്രിസ്റ്റീന. നമുക്ക് കാർഡ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് അതങ്ങനെ വായിക്കാം അല്ലേ? രാഹുൽ അല്ലേ? രാഹുലിന്റെ ഉണ്ട്. റിയാദിൽ നിന്നും ഒരു കമന്റ് വരുന്നുണ്ട്. എന്റെ മോളുടെ വൈഗ ശ്രീകുമാറിന്റെ പിറന്നാളാണെന്ന് വിഷ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നത്. അപ്പൊ രണ്ടുപേർക്കും ഹാപ്പി ബർത്ത്ഡേ. അതുപോലെ ഒരു അമ്മയുടെ ബർത്ത്ഡേ പറയുന്നുണ്ട്. ജയമോൾ എന്നാണ് അമ്മയുടെ പേര്. അതുപോലെ തന്നെ ഇന്ന് എന്റെ മോളുടെയും ബർത്ത്ഡേ ആണ്. നജ ഫാത്തിമ എന്നാണ് പറയുന്നത്. അപ്പം നജ ഫാത്തിമയ്ക്കും നമ്മുടെ ജയമോൾ ചേച്ചിക്കും കൂടെ ഹാപ്പി ബർത്ത്ഡേ പറയുന്നു. നമ്മൾ ഈ ബർത്ത്ഡേ വിഷ് പറയുമ്പോൾ കുറച്ച് നേരത്തെ പറയാൻ ശ്രദ്ധിക്കണം കേട്ടോ, എന്നാലേ നമുക്ക് കാർഡ് റെഡിയാക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ സമയം 6:57 ആയിട്ടുണ്ട്. നമ്മുടെ SK ഉടൻ തന്നെ ചേരും എന്ന് പ്രതീക്ഷിക്കുകയാണ് നമ്മൾ. അപ്പം നമുക്ക് കോഴിക്കോട്ടേക്ക് പോകണം. കോഴിക്കോട് NITയിൽ പ്രൊഫസർ ഷൈജ ആണ്ടവനെ ഡീനായി നിയമിച്ചതിൽ പ്രതിഷേധം കനക്കുകയാണ്. വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധത്തിന് പിന്നാലെ നിയമനം റദ്ദു ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഇന്ന് കോൺഗ്രസ് ക്യാമ്പസിലേക്ക് മാർച്ച് നടത്തും. ഗോഡ്സെ പ്രകീർത്തനത്തിൽ ഷൈജ ജാമ്യത്തിലാണെന്നും സീനിയോറിറ്റി മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് ഡീനായി നിയമനം നൽകിയത് എന്നുമാണ് ആരോപണം. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, അങ്ങനെ പ്രതിഷേധം കനക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. വിവരങ്ങൾ. പ്രവിധ, ഷൈജ ആണ്ടവന്റെ ഗോഡ്സെ പ്രകീർത്തനവും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും നമ്മൾ ഏറെ കണ്ടതാണ്, ഏറെ ചർച്ച ചെയ്തതാണ്. ആ വിവാദങ്ങളൊക്കെ ഒന്ന് കെട്ടടങ്ങി എന്ന് വിചാരിച്ച സമയത്താണ് ഇപ്പോൾ വീണ്ടും പ്രതിഷേധം കനക്കുന്നത്. അതിനുള്ള കാരണം ഷൈജ ആണ്ടവനെ കോളേജ് ഡീനായി നിയമിക്കാനുള്ള തീരുമാനം തന്നെയാണ്. അതായത് ഈ നിയമനം എന്ന് പറയുന്നത് മാനദണ്ഡം മറികടന്നുകൊണ്ടാണ് എന്നാണ് പ്രധാനപ്പെട്ട ആരോപണം. സീനിയോറിറ്റി, ഷൈജ ആണ്ടവനേക്കാൾ കൂടുതൽ സീനിയോറിറ്റി ഉള്ള ആളെ ഡീനായി നിയമിക്കുന്നില്ല. അതുമാത്രമല്ല, ഗോഡ്സെ പ്രകീർത്തനവുമായി ബന്ധപ്പെട്ട കേസിൽ ഷൈജ ആണ്ടവൻ നിലവിൽ ജാമ്യത്തിലാണ്. ആ നടപടികൾ പുരോഗമിക്കുകയാണ്. അതുകൊണ്ട് ഈ നിയമനം റദ്ദാക്കണമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ഇന്നലെ SFIയുടെയും KSUവിന്റെയും നേതൃത്വത്തിൽ കോളേജ് ക്യാമ്പസിലേക്ക് പ്രതിഷേധം നടന്നിരുന്നു. ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ പ്രതിഷേധം രാവിലെ 11 മണിയോടെ ഉണ്ടാകാൻ പോകുന്നു. അങ്ങനെ പ്രതിഷേധം ഒരു ഭാഗത്ത് വലിയ ശക്തിയായി പ്രാപിക്കുകയാണ്. അതേസമയം ഇന്ന് 12 മണിക്ക് NITയുടെ ഒരു വിശദീകരണവുമായുള്ള വാർത്താ സമ്മേളനവും നടക്കാൻ പോകുന്നുണ്ട്. ഈ നിയമനവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് NITക്കും ഈ കാര്യത്തിൽ പറയാനുള്ള എന്ന കാര്യവും ഇന്ന് പുറത്തു വരും. 12 മണിക്കാണ് NITയുടെ വാർത്താ സമ്മേളനം കോഴിക്കോട് നടക്കാൻ പോകുന്നത്. പ്രവിധ. ശരി, കോഴിക്കോട് നിന്ന് രാഹുൽ സുരേഷാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. അപ്പോൾ നമ്മുടെ സമയം പൂർത്തിയായിരിക്കുകയാണ്. മോർണിംഗ് വാക്കിന്റെ സമയം കഴിയുകയാണ്.